ഇപ്പോൾ എൻജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൻ്റെ വർക്കിങ്ങുകളെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത് എൻജിൻ്റെ പ്രധാനപ്പെട്ട സിസ്റ്റംസ് ആണ്. എൻജിന് പ്രധാനമായിട്ടും കുറച്ച് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻജിൻ്റെ ഓരോ ഭാഗത്തിനെയും. നോക്കുകയാണെങ്കിൽ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, എൻജിൻ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സിസ്റ്റം. അത് കഴിഞ്ഞാൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം വരുന്നുണ്ട്. ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻജിൻ്റെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അതായത് ഓയിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം. പിന്നെ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം വരുന്നുണ്ട്. അതായത് എൻജിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ടാങ്കിൽ നിന്ന് ഫ്യൂവൽ എത്തിക്കണം, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം. അതിൽ തന്നെ പെട്രോൾ വരുന്നുണ്ട്, ഡീസൽ വരുന്നുണ്ട്. അപ്പോൾ രണ്ടായിട്ട് തന്നെ വരും. പിന്നെ ഇഗ്നിഷൻ സിസ്റ്റം വരുന്നുണ്ട്. ഈ ഫ്യൂവലും എയർ മിക്സ്ചറിനെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വെച്ച് കത്തിക്കുക എന്നുള്ളതിന് വേണ്ടി വരുന്ന സിസ്റ്റം. പിന്നെ എമിഷൻ കൺട്രോൾ സിസ്റ്റം, എൻജിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന പുക കൺട്രോൾ ചെയ്യാൻ. പുക മാത്രമല്ല, മറ്റു പല എമിഷൻസും വരുന്നുണ്ട്, അതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റം. അപ്പോൾ ഇത്രയും സിസ്റ്റങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ സിസ്റ്റമാണ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കൂളിംഗ് സിസ്റ്റം എന്ന് നോക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് നെസസിറ്റി ഓഫ് കൂളിംഗ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ കൂളിംഗ് നടത്തുന്നത് എന്ന് നോക്കാം. അപ്പോൾ എൻജിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻജിൻ എന്ത് ചെയ്യും, എൻജിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ, അതായത് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എയറിനെയും ഫ്യൂവലിനെയും മിക്സ് ആക്കിയിട്ട് കടത്തി വിടുന്നു. ആ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ഏതോ ഒരു സിസ്റ്റം ഉപയോഗിച്ച് അതിനെ കത്തിക്കുന്നു. ആ കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി, അതുണ്ടാവുന്ന ഹീറ്റ് എനർജിയാണ്. ആ ഹീറ്റ് എനർജിയെ നമ്മൾ ഔട്ട്പുട്ട് പവറായിട്ട് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല. ഹീറ്റ് എനർജിയാണ് ഉണ്ടാകുന്നത്. ഹീറ്റ് എനർജി നമ്മൾ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യണം. അതിന് പിസ്റ്റൺ, സിലിണ്ടർ, ക്രാങ്ക് ഷാഫ്റ്റ് എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഈ സിസ്റ്റത്തിന് നമുക്ക് 100% എഫിഷ്യൻസി ഇല്ല. അതായത് കൊടുക്കുന്ന എനർജി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നില്ല. അത് പല രീതിയിൽ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് നഷ്ടപ്പെടുന്നത് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏകദേശം 25% നമുക്ക് പുറത്തേക്ക് കിട്ടുന്നുണ്ട് യൂസ്ഫുൾ വർക്കായിട്ട്. ക്രാങ്ക് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന, അതായത് നമുക്ക് എൻജിനിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്ന രീതിയിൽ 25% എനർജി ഉപയോഗിക്കപ്പെടുന്നു. നോക്കുക, 30%-ഓളം എനർജി, ഉണ്ടാവുന്ന ചൂടിൻ്റെ 30%-ഓളം സിലിണ്ടർ വാള് അബ്സോർബ് ചെയ്യും. കാരണം ചൂടാണല്ലോ. ചൂട് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടർ മെറ്റലോണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മെറ്റൽ ചൂടാകുമ്പോൾ ആ എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് മെറ്റൽ ചൂടാകുന്നത്. അപ്പോൾ അത് കുറച്ചെടുക്കുന്നത്, 30%-ഓളം എനർജി എടുക്കുന്നുണ്ട്. പിന്നെ 35%-ഓളം ഉള്ള ഈ ചൂട് എന്ന് പറയുന്നത് ആ കത്തിക്കഴിഞ്ഞ പുകയുടെ കൂടെ പുറത്തേക്ക് പോവുകയാണ്. എവിടെയും ഉപയോഗം വരുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല, സിലിണ്ടർ എടുക്കുന്നില്ല. എന്ത് ചെയ്യാണ്, ഈ കത്തി കഴിഞ്ഞ് നമുക്ക് എൻജിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന പുക അറിയാലോ, ചൂടുള്ള പുകയായിരിക്കും. ആ പുകയുടെ കൂടെ പുറത്തേക്ക് പോകുന്നത് ആകെയുള്ള എനർജിയുടെ 35%-ഓളമാണ്. പിന്നെ ഒരു 10% ഫ്രിക്ഷനിൽ പോകുന്നുണ്ട്. കാരണം ഈ ഒരുപാട് മൂവിങ് പാർട്സ് ഉണ്ട് എൻജിനിൽ. ഈ എൻജിൻ മൂവിങ് പാർട്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി വരയുമ്പോൾ എനർജി നഷ്ടപ്പെടുന്നുണ്ട്. ആ എനർജി നഷ്ടപ്പെടുന്നത് ഏകദേശം 10%-ഓളമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം സാധാരണ രീതിയിൽ എൻജിൻ്റെ ഉള്ളിലുണ്ടാകുന്ന എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. 25%-ഓളം നമുക്ക് പുറത്തേക്ക് കിട്ടുന്നുണ്ട്, അതായത് യൂസ്ഫുൾ വർക്കായിട്ട് പുറത്തേക്ക് കിട്ടുന്നു. ക്രാങ്ക് ഷാഫ്റ്റിൽ ഔട്ട്പുട്ട് പവർ എന്ന് തന്നെ പറയാം. 30%-ഓളം എനർജി സിലിണ്ടർ വാളിലേക്ക് ചൂടായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. 35% എനർജി കത്തിക്കഴിഞ്ഞ പുകയുടെ കൂടെ വെളിയിലേക്കോ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. ഏകദേശം 10%-ഓളം എനർജി ഈ മൂവിങ് പാർട്സിന്റെ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഫ്രിക്ഷൻ കാരണം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രിക്ഷൻ കുറയ്ക്കാനാണ് നമ്മൾ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. സിലിണ്ടർ വാളിന്റെ ഉണ്ടാകുന്ന ഇത് കുറയ്ക്കാൻ പറ്റില്ല, ആ ചൂട് കുറയ്ക്കാനാണ് നമ്മൾ കൂളിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 30%-ഓളം എനർജി ഇങ്ങനെ സിലിണ്ടർ വാൾ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സൈക്കിളിലും. നമുക്ക് പുറത്തേക്ക് കിട്ടുന്നതിനൊക്കെ കൂടുതൽ എനർജി എവിടെ പോകുന്നുണ്ട്, സിലിണ്ടർ വാളിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടുമ്പോൾ ഈ സിലിണ്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ പ്രാവശ്യം ഫ്യൂവൽ കത്തുമ്പോഴും 30%-ഓളം എനർജി സിലിണ്ടറിലേക്ക് കയറി പോവുകയാണെങ്കിൽ സിലിണ്ടർ എന്ത് ചെയ്യും, ചൂടായിക്കൊണ്ടിരിക്കും. ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, സിലിണ്ടർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ചൂടായി കഴിഞ്ഞാൽ അത് ഉരുകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, ഇങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ കൂളിംഗ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. 3-4 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്,
പ്രീ ഇഗ്നിഷൻ ഓഫ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഫ്യൂവൽ കത്തുക എന്നുള്ളതാണ്. നമ്മൾ ഇഗ്നിഷൻ ടൈമിന് മുൻപ് തന്നെ ഫ്യൂവൽ ഓട്ടോമാറ്റിക്കലി കത്തുന്നതിനാണ് പ്രീ ഇഗ്നിഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് വിശദമായിട്ട് പിന്നെ പഠിക്കാനുള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോൾ നോക്കുന്നില്ല. ബേണിംഗ് ഓഫ് ലൂബ്രിക്കൻ്റ് ഓയിൽ. ഈ സിലിണ്ടർ വാളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ ലെയർ ഓഫ് ഫ്യൂവൽ ലൂബ്രിക്കൻ്റ് ഓയിൽ കൊടുക്കുന്നുണ്ട്. കാരണം അതിലൂടെയാണല്ലോ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ പിസ്റ്റൺ റിങ്സ് സ്ലൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, ആ ലൂബ്രിക്കൻ്റ് ഓയിൽ കത്തും ഈ സിലിണ്ടർ വാള് ചൂടാവുകയാണെങ്കിൽ. പിന്നെ വരുന്നത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ സിലിണ്ടർ ഡാമേജ് ആവും, അല്ലെങ്കിൽ സിലിണ്ടറിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആവും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂളിംഗ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 3 പോയിന്റുകൾ, പ്രീ ഇഗ്നിഷൻ, ലൂബ്രിക്കൻ്റ് ഓയിലിന്റെ ബേണിംഗ്, സിലിണ്ടറിന്റെ ഡാമേജ് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അധികമായിട്ട് വരുന്ന ചൂടിനെ നമ്മൾ സിലിണ്ടർ വാളിൽ നിന്നും പുറന്തള്ളപ്പെടണം. സിലിണ്ടർ വാളിൽ നിന്ന് എങ്ങനെയൊക്കെ പുറന്തള്ളപ്പെടാം എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അറിയേണ്ടത്, നമുക്ക് പല ടെസ്റ്റുകൾ നടത്തി നോക്കിയിട്ട് ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട് എഞ്ചിന് ഏറ്റവും ബെസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 80 മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സിലിണ്ടർ വാളിന്റെ കാര്യമാണ് പറയുന്നത്. സിലിണ്ടർ വാളിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 80 മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതിൽ കൂടിയാലും അതിൽ കുറഞ്ഞാലും എഞ്ചിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് എഞ്ചിന്റെ ടെമ്പറേച്ചർ ഈ 80 ഡിഗ്രിയിലേക്കാൾ വളരെ താഴെ ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് തെർമൽ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് തെർമൽ എഫിഷ്യൻസി ഡിക്രീസ് ആവുന്നത്, എന്താണ് തെർമൽ എഫിഷ്യൻസി എന്ന് നോക്കാം. കൊടുക്കുന്ന ചൂടിൽ നിന്നും എത്ര എനർജി നമുക്ക് എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് കിട്ടുന്നു എന്നുള്ളതാണ് തെർമൽ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് സങ്കല്പിച്ച് നോക്കുക, സിലിണ്ടർ വാള് തണുത്തിരിക്കുന്ന സിലിണ്ടർ വാൾ എന്ത് ചെയ്യും, ചൂടിനെ അബ്സോർബ് ചെയ്തിട്ട് ചൂടാവും. സിലിണ്ടർ വാള് എന്ത് ചെയ്യുന്നുണ്ട്, ഈ എയർ ഫ്യൂൽ മിക്സർ കത്തിയ ചൂടിനെ അബ്സോർബ് ചെയ്തിട്ട് ചൂടായ ആ ചൂടിനെ നമ്മൾ അങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഒരു കൂളിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ചൂടിനെ അങ്ങനെ കളയുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, അടുത്ത സൈക്കിളിൽ വീണ്ടും ഈ സിലിണ്ടർ വാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചൂടിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഓരോ സൈക്കിളിലും ഈ സിലിണ്ടർ വാൾ ഇങ്ങനെ ചൂടിനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു കണ്ടീഷൻ ആലോചിച്ച് നോക്കുക, ഈ സിലിണ്ടർ വാള് കുറച്ച് ചൂടായിട്ടിരിക്കുകയാണ്, ഒരു 100 ഡിഗ്രി ചൂടിലിരിക്കുകയാണ്, ഓൾറെഡി ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിലിണ്ടർ വാളിലേക്ക് വരുന്ന ചൂടിന്റെ അളവ് കുറവായിരിക്കും അല്ലേ? എങ്ങനെയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. തണുത്ത ഭാഗത്ത് നിന്ന് ചൂടുള്ള ഭാഗത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഹീറ്റ് വരില്ല. ചൂടുള്ള ഭാഗത്ത് നിന്ന് തണുത്ത ഭാഗത്തേക്കാണ് ഹീറ്റ് പോവുക. ഇവിടെ രണ്ട് ഭാഗവും ചൂടുണ്ട്, അതായത് എയർ ഫ്യൂൽ മിക്സറും ചൂടാണ്, അല്ലെങ്കിൽ കത്തിയ എയർ ഫ്യൂൽ മിക്സർ ബേൺ ചെയ്യുന്നിടത്ത് ചൂടാണ്, സിലിണ്ടർ വാളും ചൂടാണെങ്കിൽ രണ്ടും തമ്മിൽ എന്തുണ്ടാവില്ല, ഹീറ്റ് ട്രാൻസ്ഫർ കുറവായിരിക്കും. കുറച്ചുണ്ടാകും, കാരണം എയർ ഫ്യൂൽ മിക്സറിന്റെ ടെമ്പറേച്ചർ ആയിരിക്കും കൂടുതൽ, സിലിണ്ടർ വാളിന്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി അല്ലേ ഉള്ളൂ. പക്ഷെ സിലിണ്ടർ വാൾ ഓൾറെഡി ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ ഈ കത്തിയ ഗ്യാസിൽ നിന്നും സിലിണ്ടർ വാളിലേക്ക് വരുന്ന ചൂടിന്റെ അളവ് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ എൻജിൻ തണുത്തിരിക്കുന്ന അവസ്ഥയാണെങ്കിലോ, അല്ലെങ്കിൽ സിലിണ്ടർ വാൾ തണുത്തിരിക്കുകയാണെങ്കിൽ ഓരോ സൈക്കിളിലും ഈ സിലിണ്ടർ വാൾ എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ടുള്ള ചൂടിനെ വലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് തെർമൽ എഫിഷ്യൻസി കുറയുന്നത്. രണ്ടാമത്തേതാണ് വേപ്പറൈസേഷൻ ഓഫ് ഫ്യൂവൽ കുറയുക എന്നുള്ളത്. എന്താണ് വേപ്പറൈസേഷൻ ഓഫ് ഫ്യൂവൽ? ഈ എയർ ഫ്യൂൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എയറിന്റെയും ഫ്യൂവലിന്റെയും മിക്സ്ചറാണ്, അതാണ് സിലിണ്ടർ വാളിലേക്ക് വരുന്നത്. ഇതിനകത്ത് ഫ്യൂവൽ വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾ ആയിട്ടാണ് ഉണ്ടായിരിക്കുക, മിക്സ് ആയിട്ടിരിക്കും. എയർ ഫ്യൂൽ മിക്സ്ചർ നമുക്ക് വേർതിരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ബസ്സിലൊക്കെ പോകുമ്പോൾ മഴയത്താണ് പോകുന്നതെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഗ്ലാസിൻ്റെക്ക് മഴവെള്ളമല്ല, ഈ വേപ്പർ വരും, കണ്ടിട്ടുണ്ടായിരിക്കും. മഞ്ഞുതുള്ളി പോലെ ഒരു പാട പോലെ വന്ന് നിൽക്കുന്നതായിരിക്കും. ഈ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് മേ കാണും, അല്ലെങ്കിൽ ഡ്രൈവർമാരൊക്കെ എന്ത് ചെയ്യും, അത് തുടച്ച് കളയൊക്കെ ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നോക്കിയിട്ടുണ്ടോ? മഴ പുറത്താണ് പെയ്യുന്നത്, പക്ഷെ ഈ വെള്ളത്തുള്ളികൾ വരുന്നത് അകത്തെ ഗ്ലാസ്സിലാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, പുറത്ത് മഴ പെയ്യുമ്പോൾ ആ മഴത്തുള്ളികൾ വന്ന് ഗ്ലാസ് തട്ടിയിട്ട് ഗ്ലാസ് തണുത്തു പോകും. അപ്പൊ ഗ്ലാസ് തണുത്തിരിക്കുന്നു, ഉള്ളിലുള്ള എയർ ചൂടായിട്ട് ഇരിക്കുന്നത്, കാരണം എയർ തണുത്തിട്ടില്ല, എയർ തണുക്കാൻ സമയമെടുക്കും. അപ്പൊ ആ എയറിലുള്ള വെള്ളത്തുള്ളികളെല്ലാം എന്ത് ചെയ്യും, ഈ ഗ്ലാസ്സിൽ പോയി പറ്റിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ എയർ ഫ്യൂൽ മിക്സ്ചർ എന്ത് ചെയ്യും, അതിൽ എയറും ഫ്യൂവലും ഉണ്ട്. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ളികൾ പോലെ എന്ന് വിചാരിച്ചാൽ മതി, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള തുള്ളികൾ. അത് ഈ തണുത്തിരിക്കുന്ന സിലിണ്ടർ വാളിൽ പോയി തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും, കണ്ടൻസേറ്റ് ചെയ്യും. കണ്ടൻസേറ്റ് ചെയ്യുമ്പോൾ അതിനെ പറയാം
ബാഷ്പീകരിക്കുക എന്നാണ് ഇവാപ്പറേഷൻ പറയുന്നത്. കണ്ടൻസേറ്റിന് എന്താ പറയുക, തിരിച്ച് ആ ബാഷ്പം വെള്ളമായി മാറുന്നതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ടൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കത്തില്ലല്ലോ. എയർഫ്യൂൽ മിക്സറായിട്ട് ഇരുന്നാലേ എന്ത് ചെയ്യുള്ളൂ, കത്തുള്ളൂ. എയർ ഒരു ഭാഗത്തും ഫ്യൂവൽ തുള്ളികളായിട്ട് സിലിണ്ടർ വാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് കത്തില്ല. അപ്പോൾ നമുക്ക് എനർജി വീണ്ടും നഷ്ടം വരുന്നുണ്ട്. മൂന്നാമത്തെ ഓവർ കൂളിംഗ് കൊണ്ടുള്ള പ്രശ്നമാണ് പറഞ്ഞത് ലോ ടെമ്പറേച്ചർ ഇൻക്രീസ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഒരു ലൂബ്രിക്കേഷൻ ഓയിലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, വിസ്കോസിറ്റി കൂടുമ്പോൾ അതിന്റെ കട്ടി കൂടും, ഈ ഓയിലിന്റെ കട്ടി കൂടും. വിസ്കോസിറ്റി കൂടിയ ഓയിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒഴുകില്ല, വിസ്കോസിറ്റി കുറഞ്ഞ ഓയിൽ പെട്ടെന്ന് ഒഴുകും. നമ്മുടെ വെള്ളവും എണ്ണയും പോലെയാണ്. എണ്ണയ്ക്ക് വിസ്കോസിറ്റി കൂടുതലാണ്, വെള്ളത്തിന് വിസ്കോസിറ്റി കുറവാണ്. അതാണ് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചൂടാവുമ്പോൾ നോക്കുക, രാവിലെ ഒരു മഞ്ഞുള്ള ദിവസങ്ങളിലൊക്കെ വീട്ടിലുള്ള എണ്ണയുടെ പാത്രം നോക്കുകയാണെങ്കിൽ എണ്ണ കട്ടയായിട്ടുണ്ടാവും. കുറച്ചു നേരം കഴിയുമ്പോൾ ഈ അറ്റ്മോസ്ഫിയർ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ആ വെള്ളം, ആ എണ്ണ വീണ്ടും ലിക്വിഡ് ഫോമിലേക്ക് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലൂബ്രിക്കേഷൻ ഓയിലും. ഈ സിലിണ്ടർ വാൾ ഓവറായിട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂബ്രിക്കേഷൻ ഓയിൽ വിസ്കോസിറ്റി കൂടിയിട്ട് കട്ടയാവാൻ തുടങ്ങും. കട്ടയായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് ചെയ്യില്ല, ലൂബ്രിക്കേഷൻ കുറവായിരിക്കും. ലൂബ്രിക്കേഷൻ കുറയുമ്പോൾ അതിന് കൂടുതൽ പവർ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് എന്തുണ്ട്, ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. ഓവർ കൂൾ ആയി കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ 3 പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എഞ്ചിന്റെ ടെമ്പറേച്ചർ ഒരു ഒപ്റ്റിമം റേഞ്ചിൽ, ഏറ്റവും ബെസ്റ്റ് റേഞ്ചിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണം. അത് എന്ന് പറഞ്ഞാൽ ഏകദേശം 80 മുതൽ 100 ഡിഗ്രി വരെയാണ്. ചില വണ്ടികളിൽ മാറ്റം വരാം. നമ്മൾ പറയുമ്പോൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, സിലിണ്ടറിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ 80 മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓവർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെർമൽ എഫിഷ്യൻസി ഉണ്ടാവും, പക്ഷേ വോളിയോമെട്രിക് എഫിഷ്യൻസി കുറയും. ഓവർ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ വോളിയോമെട്രിക് എഫിഷ്യൻസി കൂടും, പക്ഷേ തെർമൽ എഫിഷ്യൻസി കുറയും. തെർമൽ എഫിഷ്യൻസിയും വോളിയോമെട്രിക് എഫിഷ്യൻസിയും നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വിശദമായി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പം അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ രണ്ടും കൂടി കറക്റ്റായി നിർത്തുന്നത് ഈ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മാത്രമാണ്. കൂളിങ്ങിൻ്റെ ആവശ്യകതയും ഓവർ കൂളിംഗ് കൊണ്ടുള്ള പ്രശ്നം, അണ്ടർ കൂളിംഗ് കൊണ്ടുള്ള പ്രശ്നം എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി എങ്ങനെയൊക്കെയാണ് കൂളിംഗ് നടത്താൻ പോകുന്നത് നോക്കാം. ഒരു IC എഞ്ചിനിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കൂളിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് എയർ കൂളിംഗ് ആണ്, 2 വാട്ടർ കൂളിംഗ് ആണ്. ഇതിൽ തന്നെ സബ് ഡിവിഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് 2 കൂളിംഗുകളെ കുറിച്ചിട്ടാണ്. ഈ എയർ കൂളിംഗ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ചെറിയ എഞ്ചിനുകളിലാണ് ഉപയോഗിക്കുക, അതായത് വലിയ പവർ ഔട്ട്പുട്ട് ഒന്നും കുറഞ്ഞ എഞ്ചിനുകളിൽ. വാട്ടർ കൂളിംഗ് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി എഞ്ചിനുകളിലാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എയർ കൂളിംഗ് നോക്കാം. എയർ കൂളിംഗിൻ്റെ ഉള്ള സിലിണ്ടർ ബ്ലോക്കിൻ്റെ ക്രോസ് സെക്ഷൻ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗമാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഇതാണ് സിലിണ്ടർ വാൾ എന്ന് പറഞ്ഞ ഭാഗം. ഇതിനെ മൊത്തം നമുക്ക് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയാം. ഒരു ഇൻലെറ്റ് വാൽവ് ഉണ്ട്, എക്സോസ്റ്റ് വാൽവുകളുണ്ട്, 2 പോർട്ടുകൾ കാണാം. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ, ഈ സിലിണ്ടറിൻ്റെ ബ്ലോക്കിൻ്റെ സൈഡിൽ നോക്കുക, ഫിൻസ് എന്ന് പറഞ്ഞ് കാണാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബൈക്കിൻ്റെ നോക്കിയാൽ മതി. ബൈക്കിൻ്റെയൊക്കെ എഞ്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണാമല്ലോ, അങ്ങനെ തള്ളിപ്പള്ളി നിൽക്കുന്നത്. ആ ഫിൻസ് ആണ് എന്ത് ചെയ്യുന്നത്, എഞ്ചിനെ കൂൾ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ എയർ കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിലിണ്ടറിന് ചുറ്റും എയർ കടന്നു പോകും. എയർ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ കാറ്റടിച്ചിട്ട് എഞ്ചിൻ തണുത്തോളും. അതുകൊണ്ട് തന്നെ ഇത് വലിയ എഞ്ചിനൊന്നും പറ്റില്ല. കാരണം ചെറിയ എഞ്ചിനിലാണെങ്കിൽ അതുപോലെ എഞ്ചിൻ ഓപ്പൺ ആയിരിക്കണം, എയർ കടന്നു പോകുന്ന വഴിയിലായിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ എയർ കൂളിംഗ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഫാനൊക്കെ വെച്ചിട്ട് കാറ്റടിച്ച് കൊടുക്കാം, സ്റ്റേഷനറി എഞ്ചിൻ ആണെങ്കിലും. പക്ഷേ കൂടുതൽ ചൂടുണ്ടെങ്കിൽ ഈ എയർ ഫ്ലോ കാരണം എന്ത് ചെയ്യില്ല, തണുപ്പില്ല എന്ന് വരും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, വാട്ടർ കൂളിംഗ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞത് ഫിൻസ് ഉണ്ടായിരിക്കും എഞ്ചിനിൽ. എയർ കൂളിംഗ് ഉള്ള എഞ്ചിൻ ആണെങ്കിൽ ആ എഞ്ചിൻ ബ്ലോക്കിന് ചുറ്റിലും ഫിൻസ് ഉണ്ടായിരിക്കും. ഫിൻ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള മെറ്റലിന്റെ പ്ലേറ്റുകൾ പോലെ ഇരിക്കുന്ന സംഭവത്തിനാണ്, എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കും സിലിണ്ടറിൽ നിന്നും. അപ്പോൾ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ കൂടുകയാണ് ചെയ്യുന്നത്, കാറ്റ് കടന്നു പോകുന്ന ഏരിയ. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായിട്ട് പറയാം. അപ്പോൾ എന്താണ് നോക്കുകയാണെങ്കിൽ, എയർ കൂളിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ
ഈ ഹീറ്റഡ് മെറ്റൽ സർഫസിന്റെ മുകളിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് എയർ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കൂളിംഗ് സിസ്റ്റമാണ് ഇത്. അപ്പോൾ ഒരു സംഭവം കൂൾ ആവണമെങ്കിൽ എങ്ങനെയൊക്കെ നോക്കണം? സർഫസ് ഏരിയ കൂടുതലായിരിക്കണം, കാറ്റ് നല്ലതുപോലെ പോയിക്കൊണ്ടിരിക്കണം, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം, മെറ്റലിന്റെ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കണം. കണ്ടക്ടിവിറ്റി നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, എയർ ആണ് ഈ ചൂടിനെ സിലിണ്ടറിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ എയർ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എയർ വേണമല്ലോ, അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ 4 പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ എയർ കൂളിംഗ് സിസ്റ്റത്തിന്റെ വർക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ്. ഒന്ന്, സർഫസ് ഏരിയ ഓഫ് മെറ്റൽ ഇൻ കോണ്ടാക്ട് വിത്ത് എയർ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിൻസ് വെച്ചിരിക്കുന്നത് തന്നെ. ഈ ഫിൻസ് ഇല്ല എങ്കിൽ ഇത്ര ഏരിയയിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കാറ്റ് പറ്റുന്നുള്ളൂ. അത്ര ഏരിയയിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്ത് കളയാം. പക്ഷെ ഇപ്പോൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ 4 സൈഡ് ഉണ്ട് അല്ലേ, 3 സൈഡ് ഉണ്ട്, ഇവിടെ 3 സൈഡ് ഉണ്ട്. ഏരിയ കൂടി, സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ കൂളിംഗ് കൂടും. നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. നമ്മളൊരു പെട്ടെന്ന് തണുപ്പിക്കണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചു വെക്കും. അപ്പോൾ പെട്ടെന്ന് വെള്ളം തണുക്കും. കാരണം എന്താണ്, വെള്ളവും എയറും തമ്മിലുള്ള സർഫസ് ഏരിയ കൂടുതലായിരിക്കും വലിയ പാത്രത്തിൽ വയ്ക്കുമ്പോൾ. ചെറിയ പാത്രത്തിൽ എന്ന് പറഞ്ഞാൽ പാത്രത്തിന്റെ മുകളിൽ മാത്രമല്ലേ പറ്റുന്നുള്ളൂ. വലിയ പാത്രമാകുമ്പോൾ എയർ തട്ടുന്ന ഏരിയ കൂടുതലായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഫിൻസ് വെക്കുന്നത്. അപ്പോൾ ഹീറ്റ് റിമൂവൽ നന്നായി നടക്കണമെങ്കിൽ ഒന്നാമത് സർഫസ് ഏരിയ കൂടുതലായിരിക്കണം. രണ്ടാമത് വേണ്ടത് എന്താണ്, കാറ്റ് കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കണം. വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കാറ്റ് ഇങ്ങനെ പോവില്ല, ചൂടായ കാറ്റ് അവിടെ തന്നെ നിൽക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ഉണ്ടായിരിക്കണം. മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ എന്ന് വെച്ചാൽ കാറ്റിന്റെ അളവ്, കടന്നു പോകുന്ന അളവ് കൂടുതലായിരിക്കണം. പിന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ്, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് ചൂട് കടത്തിവിടും. ടെമ്പറേച്ചർ ഡിഫറൻസ് കുറവാണെങ്കിലോ ചൂടിനെ കടത്തിവിടുന്നതും കുറവായിരിക്കും. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഒരു തണുത്ത വസ്തുവിൽ നിന്നും വേറൊരു തണുത്ത വസ്തുവിലേക്ക് ചൂട് കടന്നു പോകില്ല. ഒരു ചൂടായ വസ്തുവിൽ നിന്നും വേറൊരു ചൂടായ വസ്തുവിലേക്കും ചൂട് കടന്നു പോകില്ല. ഒരു ചൂടായ വസ്തുവിൽ നിന്നും തണുത്ത വസ്തുവിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ചൂട് കടന്നു പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവസാനത്തെ പോയിന്റാണ് കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽ. ആ മെറ്റൽ എന്ന് വെച്ചാൽ ഈ സിലിണ്ടർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ആ മെറ്റലിന് എന്ത് ചെയ്യണം, സിലിണ്ടറിന്റെ ഉൾഭാഗത്ത് നിന്ന് ഈ എയറിലേക്ക് കടത്തി വിടുന്ന കഴിവുണ്ടായിരിക്കണം. ആ കഴിവിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു എഡ്ജിൽ നിന്നും മറ്റേ എഡ്ജിലേക്ക്, ഒരു ഭാഗത്ത് നിന്നും മറ്റേ ഭാഗത്തേക്ക് ഒരു മെറ്റലിന് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന്, എന്തോ ഒരു വസ്തുവിന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് നല്ലതുപോലെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഹീറ്റ് അങ്ങോട്ട് കടത്തിവിടും. അല്ലെങ്കിൽ ഇവിടെയുള്ള ഹീറ്റ് ഇവിടെ തന്നെ നിൽക്കും. കാരണം ഈ മെറ്റൽ ഇങ്ങോട്ട് കടത്തിവിടില്ല. ഇങ്ങോട്ട് കടത്തിവിട്ടാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എയറിന് ആ ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കണ്ടക്ടിവിറ്റിയെ പറ്റി എന്തെങ്കിലും സംശയമുള്ളവർ 1ാമത്തെ ചാപ്റ്ററിൽ അല്ലെങ്കിൽ 2ാമത്തെ ചാപ്റ്ററിലോ നമ്മൾ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള കൂളിംഗ് ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം, കോണ്ടാക്ട് ഏരിയ കൂടണം, എയറുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അതിന് ചുറ്റും ഫിൻസ് വെച്ചിട്ടുണ്ട്. ഫിൻസ് സാധാരണയായിട്ട് സിലിണ്ടർ ഉണ്ടാക്കുമ്പോൾ തന്നെ കാസ്റ്റ് ചെയ്യായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിൻസ് ഉള്ള ഒരു ബാരൽ ഇതിനുള്ളിൽ ഇറക്കി വെക്കാറുണ്ട്. 2 രീതിയിൽ ചെയ്യാം. ഈ കാണുന്നത് ഇന്റഗ്രൽ ഫിൻ എന്നാണ് പറയുക. ഇത് സെപ്പറേറ്റ് അല്ല, ഒറ്റ പീസാണ്. ഈ സിലിണ്ടർ ബ്ലോക്കും ഈ ഫിൻസും ഒറ്റ പീസാണ്. ചിലടത്ത് അതായത് സെപ്പറേറ്റ് ഫിൻഡ് ബാരൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതിനകത്ത് ഈ ഫിൻസ് ഉണ്ടായിരിക്കില്ല, ഇവിടെ പ്ലെയിൻ ആയിരിക്കും. വേറൊരു സിലിണ്ടർ ഉണ്ട്, അതിനുള്ളിൽ ഇറക്കി വെക്കുക ചെയ്യുക. ഈ സാധനം വേറൊരു ഫിന്നുള്ള സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്നു. അപ്പോൾ ഇതാണ് എയർ കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, സിലിണ്ടറിന് ചുറ്റും ഫിൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലൂടെ എയർ കടന്നു പോകുമ്പോൾ സിലിണ്ടറിന്റെ ചൂടിനെ അബ്സോർബ് ചെയ്ത് പോകും, അങ്ങനെ തണുപ്പിക്കും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറവാണ്. വെയിറ്റ് കുറവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്താണ്, വേറെ എക്യുപ്മെന്റ്സ് ഒന്നും ആവശ്യമില്ല. അഡീഷണൽ ആയിട്ട് കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അഡീഷണൽ എക്യുപ്മെന്റ് ഒന്നുമില്ല, ആ ഫിൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറവാണ്. എക്സ്ട്രീം ക്ലൈമറ്റിലൊക്കെ ഉപയോഗിക്കാം. ഈ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൽ വാട്ടറാണ് ഉപയോഗിക്കുക, ആ പേര് തന്നെ ഉണ്ട്, നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ തണുത്ത സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഈ വാട്ടർ എന്ത് ചെയ്യും, കട്ടയാവാൻ സാധ്യതയുണ്ട്. ആ സ്ഥലത്ത് പക്ഷേ ഈ എയർ കൂൾഡ് എഞ്ചിന് പ്രശ്നമൊന്നും വരില്ല, കാരണം എയർ കൂൾഡ് കട്ടയാവാനൊന്നും ഇല്ലല്ലോ. വാട്ടർ കൂൾഡ് എഞ്ചിനും കട്ടയാവാതിരിക്കാൻ നമ്മൾ മറ്റു പലതും ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറയുന്നുണ്ട്. പക്ഷേ എല്ലാ ടെമ്പറേച്ചറുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എയർ കൂൾഡ് എഞ്ചിൻസ് ഉപയോഗിക്കാൻ പറ്റും.
അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ് അഡീഷണൽ കൂളിംഗ് മീഡിയം ഒന്നും ആവശ്യമില്ല. നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ഒഴിച്ചില്ല, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കുറഞ്ഞ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ വാട്ടർ സ്കെയർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ എഞ്ചിൻ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. മെയിൻ്റനൻസ് ഈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അതിൽ വല്ല പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടിക്കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലീക്കേജ് പ്രോബ്ലം ഇല്ല, ലീക്ക് ആവാൻ വേണ്ടി ഒന്നുമില്ല. വാട്ടർ ഉണ്ടെങ്കിലേ ലീക്ക് ആവേണ്ട ആവശ്യമുള്ളൂ. അവസാനമായിട്ട് പറയുന്നത് ഈസി ടു വാം അപ്പ് ആണ്. കാരണം എന്താണ്, എഞ്ചിന്റെ ചുറ്റും വെള്ളമൊന്നും നിൽക്കുന്നില്ല. വാട്ടർ കൂൾഡ് എഞ്ചിന്റെ ചുറ്റിലും വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ എഞ്ചിൻ ചൂടാവാൻ ബുദ്ധിമുട്ടാണ്. എഞ്ചിന്റെ ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് 88-100 ഡിഗ്രിയാണ്. ആ സമയത്താണ് നമുക്ക് എഞ്ചിന് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുക. ആ എഞ്ചിനിലേക്ക്, ആ ടെമ്പറേച്ചറിലേക്ക് എയർ കൂൾഡ് എഞ്ചിന് പെട്ടെന്ന് എത്താൻ പറ്റും. ഇതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് കൂളിംഗ് ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. കാരണം എഞ്ചിൻ മൂവ് ചെയ്യുമ്പോൾ ഒരു കൂളിംഗ് ആയിരിക്കും, എഞ്ചിൻ നിർത്തിയിട്ടുമ്പോൾ സ്റ്റേഷനറി ആയിരിക്കുമ്പോൾ ഒരു കൂളിംഗ് ആയിരിക്കും. ചില ഭാഗത്ത് എയർ ഫ്ലോ കൂടുതലുണ്ടായിരിക്കും, ആ ഭാഗത്ത് നല്ല രീതിയിൽ കൂളിംഗ് നടക്കും. ചില ഭാഗത്ത് എയർ ഫ്ലോ കുറവായിരിക്കും, ആ സമയത്ത് കൂളിംഗ് കുറവായിരിക്കും. അപ്പോൾ എഞ്ചിന്റെ ചുറ്റിലുള്ള കൂളിംഗ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കില്ല. പല ഭാഗത്തും പല രീതിയിലായിരിക്കും കൂളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. അടുത്ത ഡിസഡ്വാൻറ്റേജ് ആണ് ഹീറ്റ് ട്രാൻസ്ഫർ കപ്പാസിറ്റി ഈസ് ലോ ഡ്യൂ ടു ലോവർ കോഎഫിഷ്യന്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഓഫ് എയർ കമ്പയർഡ് ടു വാട്ടർ. എയറിന് ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കുറവാണ് വാട്ടറിനെ അപേക്ഷിച്ച്. അത് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. വാട്ടർ പെട്ടെന്ന് തണുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എയറിൽ വെക്കുകയല്ല ചെയ്യുക, കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുക ചെയ്യുക. ഒരു മെറ്റൽ പാർട്ട് നമ്മൾ ചൂടാക്കിയിട്ട് തണുപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യും, അതിനകത്തേക്ക് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തണുത്തോളും. വാട്ടറിൽ വെച്ച് കഴിഞ്ഞാൽ, എയറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുത്തിട്ട് തണുക്കുള്ളൂ. അപ്പോൾ വാട്ടറിനെ അപേക്ഷിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ കപ്പാസിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെറിയ എഞ്ചിനിൽ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത്. വലിയ എഞ്ചിനിലൊന്നും ആ ഹീറ്റ് ട്രാൻസ്ഫർ താങ്ങാൻ ഈ എയർ കൂൾഡ് സിസ്റ്റത്തിന് സാധിക്കില്ല. ഇനി അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഫാൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് സ്റ്റേഷനറി എഞ്ചിനാണെങ്കിൽ. ബൈക്കിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം ബൈക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ഒരു ജനറേറ്ററോ അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാൻ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ മൂവ് ചെയ്യുന്നില്ലല്ലോ. ആ സമയത്ത് എയർ ഫ്ലോ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഫാൻ വെക്കേണ്ടി വരും. ആ ഫാൻ വെക്കണമെങ്കിൽ അഡീഷണൽ ആയിട്ട് പവർ അതിന് കൊടുക്കേണ്ടി വരും. എഞ്ചിന്റെ പവർ ഈ ഫാൻ ഉപയോഗിക്കുന്നുണ്ട്. ആ ഫാനിന്റെ വലിപ്പം അതിനകത്ത് വെക്കേണ്ടി വരും. അപ്പോൾ എഞ്ചിന്റെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത ഡിസഡ്വാൻറ്റേജ് ആണ് എയർ കൂൾഡ് എഞ്ചിന് സൗണ്ട് ലേശം കൂടുതലായിരിക്കും. കാരണം എയർ കൂൾഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് എയറിലേക്ക് ഇരിക്കുകയാണ്. വാട്ടർ കൂൾഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എഞ്ചിന്റെ ചുറ്റിലും എന്തുണ്ട്, ഒരു വാട്ടർ ഇരിക്കുന്നുണ്ട്. ആ വാട്ടർ എന്ത് ചെയ്യും, കുറച്ച് സൗണ്ടിനെ അബ്സോർബ് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്ന സൗണ്ടിന്റെ അളവ് കുറയ്ക്കും. പക്ഷെ എയർ കൂൾഡ് എഞ്ചിനിൽ വാട്ടർ ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിന് സൗണ്ട് കൂടുതലായിരിക്കും. പിന്നെ എഞ്ചിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ഫ്ലെക്സിബിൾ അല്ല. കാരണം എയർ ഫ്ലോ കിട്ടുന്ന സ്ഥലത്തേ വെക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു വാട്ടർ കൂൾഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം, കാരണം അവിടെ നിന്ന് തണുപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പക്ഷേ എയർ കൂൾഡ് എഞ്ചിൻ എപ്പോഴും തുറന്നിരിക്കുന്ന സ്ഥലത്തേ വെക്കാൻ പറ്റുള്ളൂ. എയർ ഫ്ലോ ഉള്ള സ്ഥലത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എഞ്ചിൻ വെക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, വെയിറ്റ് കുറവാണ്, എക്സ്ട്രീം ക്ലൈമറ്റുകളിലൊക്കെ ഉപയോഗിക്കാം, അഡീഷണൽ കൂളിംഗ് മീഡിയം ഒന്നും ആവശ്യം വരുന്നില്ല, മെയിൻ്റനൻസ് ഈസിയാണ്, ലീക്കേജ് ഇല്ല, വാമപ്പ് ഈസിയാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ അറൗണ്ട് എഞ്ചിനിൽ കോൺസ്റ്റന്റ് കൂളിംഗ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഹീറ്റ് ട്രാൻസ്ഫർ കുറവാണ്, ഫാൻ ആവശ്യം വരുന്നുണ്ട്, നോയ്സിയാണ്, സൗണ്ട് കൂടുതലാണ്, എഞ്ചിന്റെ പൊസിഷൻ ഫ്ലെക്സിബിൾ അല്ല.